ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹീറ്റ് എൻജിൻ. എന്താണ് ഹീറ്റ് എൻജിൻ? എനി ഡിവൈസ് ബൈ വിച്ച് ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി ഈസ് കോൾഡ് ഹീറ്റ് എൻജിൻ. അതായത് ഹീറ്റ് എൻജിൻ ഉപയോഗിച്ച് നമുക്ക് ഹീറ്റ് എനർജിയെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വർക്ക് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി. എനി ഡിവൈസ് ബൈ വിച്ച് heat energy is converted to mechanical energy is called heat engine. Okay, ഇനി അതിൻ്റെ പാർട്സ് ഓഫ് ഹീറ്റ് എൻജിൻ. ഒരു ഹീറ്റ് എൻജിന് എന്തൊക്കെ പാർട്സ് ഉണ്ടാവുമെന്ന് നോക്കാം. ഒന്നാമത്തത് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവോയർ ഓഫ് ഹീറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. സിങ്ക് എന്ന് പറഞ്ഞാൽ റിസർവോയർ ഓഫ് heat at a low temperature. മൂന്നാമത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. പറഞ്ഞാൽ എന്താ? വർക്കിംഗ് സബ്സ്റ്റൻസ് വിൽ എക്സ്ട്രാക്ട്. വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ഡ്യൂട്ടി എന്താ? അത് സോഴ്സിൽ നിന്ന് ഹീറ്റിനെ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? വർക്കാക്കി മാറ്റും. എന്നിട്ട് ബാക്കിയുള്ള റിമൈനിങ് ഹീറ്റിനെ എന്ത് ചെയ്യും? സിങ്കിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. റിസർവോയർ ഓഫ് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ തണുത്ത് നിൽക്കുന്ന ഒരു ഇതായിരിക്കും എന്ത്? സിങ്ക്. റിസർവോയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഉയർന്ന താപനിലയിൽ നിൽക്കുന്ന ഒരു ഹീറ്റിന്റെ റിസർവോയർ ആണ് എന്ത്? സോഴ്സ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? എത്ര ഹീറ്റ് എനർജി ആ സോഴ്സിൽ നിന്ന് വലിച്ചാലും അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല? കുറയില്ല. എത്ര ഹീറ്റ് എനർജി സിങ്കിലേക്ക് കൊടുത്താലും സിങ്കിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല? റൈസ് ചെയ്യില്ല. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ഡ്യൂട്ടി എന്താ? വർക്കിംഗ് സബ്സ്റ്റൻസ് വിൽ എക്സ്ട്രാക്ട് ഹീറ്റ് ഫ്രം സോഴ്സ് ആൻഡ് കൺവേർട്ട് എ പാർട്ട് ഓഫ് ഹീറ്റ് into work and eject remaining heat to സിങ്കിലേക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ള ഹീറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇറ്റ് വിൽ അണ്ടർഗോ the working substance will undergo cycles of operation. അതായത് ഒരുപാട് ഒറ്റ ഇതിൽ തന്നെ എല്ലാം എന്ത് ചെയ്യും? വേണ്ട മുഴുവൻ വർക്ക് ലഭിക്കുമെന്നല്ല, എന്ത് ചെയ്യും? ഓരോ സൈക്കിളായിട്ട് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ സോഴ്സിനെ കുറിച്ചും സിങ്കിനെ കുറിച്ചും പറയാനുള്ളത്, സോഴ്സ് ആൻഡ് സിങ്ക് ഹാവ് വെരി ഹൈ ഹീറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? എത്ര ഹീറ്റ് സിങ്കിലേക്ക് കൊടുത്താലും സിങ്കിന്റെ ടെമ്പറേച്ചർ കൂടുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫൈനൈറ്റ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്. 1 ഡിഗ്രി കൂട്ടാൻ 10 ജൂൾ മതിയെങ്കിൽ 10 ജൂളാണ് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ 1000 ജൂളും കൊടുത്തിട്ട് 1 ഡിഗ്രി കൂടുന്നില്ല ടെമ്പറേച്ചർ, 10,000 കൊടുത്തിട്ടും കൂടുന്നില്ല. ഇൻഫൈനൈറ്റ് ഹീറ്റും കൊടുത്തിട്ട് സിങ്കിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നില്ലെങ്കിൽ സിങ്കിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫൈനൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. എന്നതുപോലെ എത്ര ഹീറ്റ് വിത്ഡ്രോ ചെയ്താലും സോഴ്സിൻ്റെ ടെമ്പറേച്ചർ കുറയില്ല. അതുകൊണ്ട് നമുക്ക് അതിനും ഹീറ്റ് കപ്പാസിറ്റി ഇൻഫൈനൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്നത് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. എഫിഷ്യൻസി efficiency of heat engine. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ഇൻപുട്ട്, റേഷ്യോ ഓഫ് output work to input heat. അതായത് നമ്മൾ പറഞ്ഞു ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? സോഴ്സിൽ നിന്ന് ഹീറ്റ് സ്വീകരിക്കും, എന്നിട്ട് വർക്കായി കൺവേർട്ട് ചെയ്യും, ബാക്കിയുള്ള ഹീറ്റിനെ സിങ്കിലേക്ക് എജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ള ഇൻപുട്ട് എനർജി എന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റം ചെയ്യുന്ന വർക്ക്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഇൻപുട്ട് എന്താണ് ഇവിടെ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ്. നമുക്ക് ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ഇത് സോഴ്സ് ആണ് നോക്കാം. സോഴ്സ് T1. ഇത് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇത് സിങ്ക് T2. ഓക്കെ, എന്താ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താ ചെയ്യുക? സെർട്ടൻ ഹീറ്റ് എനർജി എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും, വർക്ക് പുറത്തേക്ക് കൊടുക്കും, ബാക്കിയുള്ള ഹീറ്റ് എന്ത് ചെയ്യും? സിങ്കിലേക്ക് എന്ത് ചെയ്യും? ഡംപ് ചെയ്യും. അപ്പോൾ ഇവിടെ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് Q1 ആണെന്ന് വെക്കുക. Q1 സിങ്കിലേക്ക് ഇജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2 ആണെന്ന് വെക്കുക. സിസ്റ്റം ചെയ്യുന്ന വർക്ക് W ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ഹീറ്റ് ടേക്കൺ ഫ്രം സോഴ്സ് ഈക്വൽ ടു Q1, വർക്ക് ഡൺ ഈക്വൽ ടു W. വർക്ക് ഡൺ W ആണെന്ന് വെക്കുക. ഹീറ്റ് എജക്റ്റഡ് ടു സിങ്കിലേക്ക് ബാക്കി വരുന്ന ഹീറ്റ് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഹീറ്റ് Q2 ആണ് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇതെന്താണ്? ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഈക്വൽ ടു എന്താണ്? Q1 ആണ്. ഔട്ട്പുട്ട് എന്താ? W ആണ്, വർക്കാണ് അല്ലേ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഉപകാരപ്പെടുന്നത് എന്താണ്? ഔട്ട്പുട്ട് വർക്ക്. അതാണ് W. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ Q1, വർക്ക് ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്ന എനർജിയാണിത് Q1. Therefore efficiency eta is equal to എന്താണ്? ഔട്ട്പുട്ട് വർക്ക് ടു ഇൻപുട്ട് ഹീറ്റ്.
അല്ലെങ്കിൽ ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കാം. ഔട്ട്പുട്ട് വർക്ക് തരാവുന്ന W, ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാലോ Q1. നമുക്ക് ആ എഫിഷ്യൻസി Wക്ക് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി യൂസിങ് ഫസ്റ്റ് ലോ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു DU പ്ലസ് PdV. PdV എന്ന് വേണ്ട, അതിൻ്റെ ഡെൽറ്റ W നോക്കും. നമ്മൾ പറഞ്ഞു ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താ ചെയ്യല്, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഹീറ്റ് എനർജി എടുക്കും, എന്നിട്ട് വർക്ക് ചെയ്യും, ബാക്കിയുള്ള ഹീറ്റ് ഇങ്ങോട്ട് ഇടും, എന്നിട്ട് പിന്നെ പഴയ സ്റ്റേറ്റിലേക്ക് എത്തും, വീണ്ടും അഗൈൻ ഹീറ്റ് എടുക്കും, വീണ്ടും വർക്ക് ചെയ്യും, പിന്നെയും ബാക്കിയുള്ളത് ഇങ്ങോട്ട് ഇടും, സിങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, അഗൈൻ പിന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിലെത്തും, പിന്നെയും എന്ത് ചെയ്യും, ഹീറ്റ് എടുക്കും, പിന്നെയും വർക്ക് ചെയ്യും, പിന്നെ ഹീറ്റ് ഡംപ് ചെയ്യും. അങ്ങനെ സൈക്കിൾ ആയിക്കൊണ്ട് നടക്കുകയാണ്. അതായത് ദിസ് ഈസ് എ സൈക്ലിക് പ്രോസസ്. അതായത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ ഫൈനലായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ സ്റ്റേറ്റ് ഓഫ് സൈക്കിളിന്റെ ഇത് ഒരു സൈക്കിളായിട്ട് നടക്കണമല്ലേ, അഗൈൻ വീണ്ടും നടന്ന കാര്യം റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കിൾ എന്ന് വിളിക്കാം. അതായത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എത്തും. അതായത് ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും സെയിം ആണ്. അതായത് ഇന്റേണൽ എനർജി U1 ഈക്വൽ ടു U2 അല്ലേ, U ഇനീഷ്യൽ ഈക്വൽ ടു U ഫൈനൽ, അങ്ങനെ പറയാം. ഓക്കെ, therefore DU ഈസ് ഈക്വൽ ടു 0 ഇൻ എ സൈക്കിൾ. ഒരു ഓവറോൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്, 0 ആണ്. സോ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഡെൽറ്റ W. ഇതിപ്പോൾ ഇൻഫിനിറ്റ്സിമൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. ഇനിയിപ്പോൾ വലിയൊരു എമൗണ്ട് ആണെങ്കിൽ എന്താവും, ഇവിടെ ഇപ്പോൾ ടോട്ടൽ നമ്മളെ സൈക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൊത്തമായിട്ടുള്ള ഹീറ്റ് എന്താണ്, Q2 മൈനസ് Q1 അല്ലേ. In our cycle, heat used to do work എന്നാൽ എന്താ, വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ് എന്താ, സിസ്റ്റത്തിന് കിട്ടുന്ന ഹീറ്റ് എന്താ, Q1 മൈനസ് Q2. കാരണം Q1 ഇതിലേക്ക് എടുത്തു, Q2 കൊണ്ട് പുറത്ത് കിട്ടും. അപ്പോൾ സിസ്റ്റത്തിന് ഓവറോൾ ലഭിക്കുന്നത് എന്താണ്, Q1 മൈനസ് Q2 അല്ലേ, Q1 മൈനസ് Q2. ഓക്കെ, അതവിടെ കൊടുക്കുകയാണെങ്കിൽ എന്താവും, Q1 മൈനസ് ഈ ഫസ്റ്റ് ലോ എന്ത് ചെയ്യുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും, Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ W. അതായത് ഇവിടെ ഉണ്ടാവുന്ന വർക്ക് എന്താണ്, Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ W. ഓക്കെ, ഓവറോൾ സൈക്കിൾ ആണെങ്കിൽ വർക്ക് ഡൺ, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ W. മൊത്തം വർക്ക് ഡൺ നോക്കുകയാണെങ്കിൽ Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു W. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മൊത്തം ഹീറ്റ് അത് ആ വർക്കിംഗ് സബ്സ്റ്റൻസിന് ഓവറോളായി ലഭിച്ച ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റം ചെയ്ത വർക്കിന് ഈക്വൽ ആണ്. കാരണം ഇന്റേണൽ എനർജി 0 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ W എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്തായി, എഫിഷ്യൻസി കാണാൻ എളുപ്പമല്ലേ. എഫിഷ്യൻസി ഈറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. എന്താണ് എഫിഷ്യൻസി, W/Q1. ഓക്കെ, W എന്താണെന്ന് നമുക്ക് കിട്ടി, W/Q1. W എന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട്, Q1 എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇൻപുട്ട്.
സോ ഈ ഇന്റേണൽ എനർജി സീറോ അല്ലേ, പിന്നെ മൊത്തം ഹീറ്റ് അബ്സോർബ് ചെയ്തത് ഓവറോൾ വർക്കിംഗ് സബ്സ്റ്റൻസിന് ലഭിച്ച ഹീറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. അതാണ് വർക്ക് ഡൺ നമുക്ക് Q1 മൈനസ് Q2 എന്ന് എഴുതാൻ പറ്റും. കാരണം Q1 എന്ന് പറഞ്ഞാൽ എടുത്ത ഹീറ്റ്, Q2 എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിട്ട ഹീറ്റ്. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് ഓവറോൾ വർക്കിംഗ് സബ്സ്റ്റൻസിന് കിട്ടിയ ഹീറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ Q1 മൈനസ് Q2 എന്ന് കൊടുക്കാം. ഓക്കെ, Q1 മൈനസ് Q2 എന്ന് കൊടുക്കാം ബൈ Q1 ഓൾറെഡി അവിടെ ഉണ്ട്. ഇതിനെ മൊത്തം Q1 കൊണ്ട് ഹരിച്ചാൽ എന്ത് 1 മൈനസ് Q2 ബൈ Q1. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ഇതിന്ന് ഇത് നോക്കിയാൽ എന്ത് മനസ്സിലാക്കാം? ഇഫ് Q2 is 0 means എന്താ? Q2 equal to 0 means no heat is dumped to sink. അതായത് മുഴുവൻ അബ്സോർബ്ഡ് ഹീറ്റും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് എനർജി പിന്നെ സിങ്കിലേക്ക് വിടാനുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ Q2 equal to 0. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താണ്? 1. ഈ ടേം 0 ആയിരിക്കുമല്ലോ, സെക്കൻഡ് ടേം. സോ എഫിഷ്യൻസി ഈക്വൽ ടു 1. ബട്ട് അങ്ങനത്തെ ഒരു ഹീറ്റ് എഞ്ചിന് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. ബട്ട് സച്ച് ആൻ ഹീറ്റ് എഞ്ചിൻ is not possible practically. Okay, it is not possible in actual practice. നോർമൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി എപ്പോഴും എങ്ങനെ ആയിരിക്കും? എഫിഷ്യൻസി വിൽ ബി ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. ബിറ്റ്വീൻ നോർമൽ എഞ്ചിൻ്റെ കേസിൽ എഫിഷ്യൻസി എന്തായിരിക്കും? 0 1ൻ്റെ അടിയിലായിരിക്കും, ഒരിക്കലും 1ന് ഈക്വലായി മാറില്ല. ഓക്കെ, താങ്ക് യു.